ഈ പ്രോജക്റ്റ് ക്ലയന്റ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബേസിക് പ്ലാൻ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരുന്നു. കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു ഡിസൈൻസ് ആയിരുന്നു അവർ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ട്രഡീഷണൽ, ട്രോപ്പിക്കൽ, അതോടൊപ്പം തന്നെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ആന്റിക് സ്റ്റൈലാണ് അവരെ മനസ്സിലുള്ള ആഗ്രഹം. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ അല്ല ഇവരുടെ കയ്യിലുള്ളത്. ഞാനുമായി സംസാരിക്കുമ്പോൾ ഇവർ ആദ്യം അപ്രോച്ച് ചെയ്തത് ട്രഡീഷണൽ ട്രോപ്പിക്കൽ സ്റ്റൈലുള്ള ഡിസൈൻ ഇവർക്ക് വേണം. ഇവരുടെ ക്ലയന്റില് റംല ഹഫീദ് എന്ന് പറയുന്ന ഹഫീദിന്റെ വൈഫ്, അവരുടെ വീട് നേരത്തെ ഞങ്ങൾ ട്രഡീഷണൽ ട്രോപ്പിക്കൽ ഡിസൈനിൽ റെനോവേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു പാറ്റേൺ എന്ന നിലക്ക് ഒരു ട്രഡീഷണൽ ആന്റിക് സ്റ്റൈലിലുള്ള ഒരു വീട് വേണമെന്നായിരുന്നു ഇവർ ഞങ്ങളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ നേരത്തെ അവരുടെ കയ്യിലുള്ള പ്ലാനിലെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ട്രോപ്പിക്കൽ സ്റ്റൈലിലുള്ള എക്സ്റ്റീരിയറും അതിനനുസരിച്ചുള്ള ഇന്റീരിയറും കൊണ്ടുവരാനാണ് ഞങ്ങൾ ഡിസൈൻ അപ്രോച്ച് ആയിട്ട് ഫസ്റ്റ് എടുത്തത്. വീട് പണി നടക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളിത് ഇങ്ങനെ ആയിത്തീരുന്ന ഒരിക്കലും പ്രതീക്ഷയല്ല. ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, അതിലുപരി നമ്മുടെ സ്റ്റാറ്റസ് കണ്ടിട്ടും നമ്മുടെ ഇവിടെ വന്ന നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബങ്ങളൊക്കെ അവരൊക്കെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ എന്തോ നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക്, കാരണം ഒന്നിലും ഒരു നെഗറ്റീവ് ആർക്കുമില്ല. ഈ ചെയ്ത വർക്കുകളിൽ ഏത് ഭാഗമാണെന്നുണ്ടെങ്കിലും, റൂമുകളാണെന്നുണ്ടെങ്കിലും മറ്റുള്ള കിച്ചണ്, എല്ലാ കാര്യങ്ങളിലും ചെയ്ത വർക്കിൽ ഒരു പോയിന്റ് പോലും നെഗറ്റീവായിട്ട് ആർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല എന്നല്ല, ആർക്കും പറ്റിയിട്ടില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് ഇങ്ങോട്ട് വിളിച്ച് നമ്മളെ അഭിനന്ദിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിലാണ് വീട് പണിതേക്കുന്നത്. ഈ പ്രോജക്റ്റ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്താണ്. 5 സെന്റ് പ്ലോട്ടാണ് ഇതിന്റെ പ്ലോട്ട് വിസ്തീർണം. ഏകദേശം 2100 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ റെസിഡൻസ് ഏരിയ വരുന്നത്. ഇത് 5 സെന്റാണ് ലാൻഡ്. അപ്പൊ ഇതിന്റെ ഏറ്റവും ഞങ്ങളെ വെല്ലുവിളി നേരിട്ടൊരു കാര്യം, ലാൻഡ്സ്കേപ്പിങ്ങിനുള്ള യാർഡ് കുറവാണ് എന്നുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ടായിരുന്നു, ക്ലയന്റ് സൈഡിൽ നിന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിനെ നേരത്തെ ഫൗണ്ടേഷൻ ചെയ്ത പ്രോജക്റ്റ് ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഡിസൈനും യാർഡും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അത് വലിയൊരു പ്രോജക്റ്റിന്റെ ഒരു പോസിറ്റീവാണ്. ഇത് ഇവിടുത്തെ യാർഡും ലാൻഡ്സ്കേപ്പിംഗും കൃത്യമായിട്ട് ഒരു പ്ലാനിലൂടെ ഞങ്ങൾക്ക് അത് മിനിമൽ ആണെങ്കിൽ കൂടി എന്നാൽ നല്ല രീതിയിൽ അത് എടുക്കാൻ സാധിക്കും. എനിക്ക് ചെറുപ്പം തൊട്ടേ ട്രഡീഷണൽ ആയിട്ടുള്ള പാറ്റേണിനോടായിരുന്നു താല്പര്യം. അതേപോലെ ആൻറ്റിക് ഐറ്റംസ്, ഇസ്തെറ്റിക് വാല്യൂസ് വരുന്ന സംഭവങ്ങളൊക്കെ അടങ്ങിയ ഒരു വീടിനോടായിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അതിനനുസരിച്ച് 4 വർഷം മുമ്പാണ് ഞങ്ങൾ AS ഡിസൈൻ ഫോറം ചീഫ് ഡിസൈനറായ PM സാലിബിനെ സമീപിച്ചത്. എന്നിട്ട് അവർ ഞങ്ങളുടെ കൂടെ ലൈക്ക് എ ഫാമിലി മെമ്പർ, ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് സഞ്ചരിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഞങ്ങളുടെ ഈ വീട് എന്ന് പറയുന്നത്. ഒരുപാട് നെഗറ്റീവ്സ് എനിക്കിത് സ്റ്റാർട്ടിങ്ങിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. പക്ഷേങ്കിൽ അവർ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു നെഗറ്റീവ് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ നല്ലൊരു ഡ്രമാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത്. ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് സാലിം കാക്ക തന്നെയാണ്. കാരണം ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വീട് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡിസൈനിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ എൻ്റർ ചെയ്യുന്നത് ലിവിങ്ങിലേക്ക്. ദെൻ ലിവിങ്ങിന്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഡൈനിങ്, ദെൻ സ്റ്റെയർ ഏരിയ, സ്റ്റെയറിന്റെ സ്പേസിന്റെ തൊട്ട് ചാരിയിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ സ്റ്റെയർ ഒരു സൂപ്പർ സ്ട്രക്ചർ പോലെ ഒരു ഓപ്പൺ ശൈലിയിലുള്ള കിച്ചണിലേക്കുള്ള ഒരു വേ ആയിട്ട് പാസേജ് വരുന്നു. സ്റ്റെയറിന് താഴെ ഒരു വാഷ്യോ സ്പേസ്, അവിടെ വാഷ് ബേസിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
സ്റ്റെയർ ചെന്ന് കയറുന്നത് മുകളിൽ ഒരു ലോബി സ്പേസിലേക്ക്. ആ ലോബി സ്പേസ് ഒരു എസ്തെറ്റിക് ഡിസൈനിൽ കോൺക്രീറ്റ് എക്സ്പോസിംഗ് അതുപോലെ നിർത്തിയിട്ട് ലാറ്ററൈറ്റ് എക്സ്പോസിംഗ് ഒരു വാളില് ഫ്ലോറിൽ മാറ്റ് ടൈലും ആറ്റും കൂടി ഫിനിഷും കൊടുത്തിട്ട് ഒരു എസ്തെറ്റിക് കോമ്പിനേഷൻ ട്രോപ്പിക്കൽ ഡിസൈനിൽ കൊണ്ടുവരാൻ ആ ഒരു ഏരിയ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രോജക്റ്റിന്റെ പ്രത്യേകത ധാരാളം ആന്റിക് എലമെന്റ്സ് ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ഏരിയയിൽ. അത് ഈ ഡിസൈനിന് ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഡിസൈനിന്റെ വാല്യൂ കൊണ്ടുവരാൻ ആ എലമെന്റ്സിന് സാധിച്ചിട്ടുണ്ട്. ഫർണിച്ചറിലായാലും പെയിന്റിങ്ങിലായാലും ഫ്ലോറിംഗിലായാലും എക്സ്പോസിംഗിലായാലും ഒക്കെ ഒരു ട്രഡീഷണൽ ട്രോപ്പിക്കൽ ആന്റിക് എസ്തെറ്റിക് ഡിസൈനാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ ചെയ്തിട്ടുള്ളത്. പൊതുവേ നമ്മൾ വീട്ടിൽ ഇന്റീരിയർ ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്ട്രാ വർക്കുകൾ ചെയ്തിട്ടാവും ഇന്റീരിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ഇവിടെ സൂപ്പർ സ്ട്രക്ചർ ചെയ്ത വാളുകളൊക്കെ ബ്രിക്കും ലാറ്ററൈറ്റ് അതിന്റെ ഏതാനും ഭാഗങ്ങൾ ഞങ്ങൾ അത് എക്സ്പോസ് ചെയ്ത് നിർത്തി. അപ്പോൾ ആ ഒരു ഏരിയ, ഇപ്പോൾ ഈ നിങ്ങൾ ലിവിങ് കാണുമ്പോൾ ലിവിങ്ങിന്റെ ഒരു ഏരിയ ഈ ബ്രിക്ക് വാൾ, എൻ്റെ തൊട്ടുപിറകിലേക്ക് കാണുന്ന ഈ ബ്രിക്ക് വാൾ അതുപോലെ നിലനിർത്തുകൊണ്ട് ഇവിടെ ഒരു ഇന്റീരിയർ വാൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ലാറ്ററൈറ്റ് എക്സ്പോസിങ്, സ്റ്റെയർ ഏരിയയിലേക്ക് വരുമ്പോൾ ലാറ്ററൈറ്റ് എക്സ്പോസിങ്. അതുപോലെ നമ്മൾ ഈ പഴയ മരങ്ങൾ പൊളിച്ചെടുത്ത ധാരാളം തടികൾ ഇവിടെ റീയൂസ് ചെയ്തിട്ടുണ്ട്. പഴയ ഇല്ലം, പഴയ വീടുകളൊക്കെ പൊളിച്ച മരങ്ങൾ, അതുകൊണ്ടുണ്ടാക്കിയ ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളതൊക്കെ. അതോടൊപ്പം തന്നെ സ്റ്റെയറിന്റെ വുഡ് ആയാലും ഇവിടുത്തെ ഡോർ കം വിൻഡോസ് ഒക്കെ ആയാലും പഴയ തടികൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ആന്റിക് ആയിട്ടുള്ള സോഫ്റ്റ് ഫർണിഷിങ്സ് ഒക്കെ അതൊക്കെ പഴയ തടി വർക്ക് ചെയ്ത മരങ്ങളുടെ വേസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഡൈനിങ് ടേബിള്, കോട്ട്, വാർഡ്രോബ്സ് ഇതെല്ലാം പഴയ തടികൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് കോസ്റ്റ് കട്ടിങ് ഇന്റീരിയറിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ വീടാവും എന്നുള്ള സ്വപ്നം നമ്മൾ ഉണ്ടായിട്ടില്ല. ഒരു വീട് സാധാരണ നെല്ലൊരു വീട് ആരുണ്ടാക്കും, ആ രൂപത്തിലുള്ള കാഴ്ച നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അത് സാലിംബായിന്റെ ഇടപെടലോടുകൂടി അത് മറ്റൊരു ദിശയിലേക്ക് മാറി അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ ഇപ്പം ഇന്നിപ്പോൾ പരിസരത്ത് ഇങ്ങനത്തെ ഒരു ഈ രൂപത്തിൽ എല്ലാം പഴയതുകൊണ്ട് പുതിയതാക്കുക. അതായത് പഴയ സാധനങ്ങളെല്ലാം സ്വരൂപിച്ച് ഓരോ മുക്കിലും മൂലയിലും പോയിട്ട് പുരാതന കാലത്തുള്ള ഓരോ കാര്യങ്ങളും സംഘടിപ്പിച്ച് അത് പുതിയതാക്കി എടുത്തിട്ട് ഇന്നത്തെ മോഡൽ രൂപത്തിൽ കൂടി ഒരു വീടുണ്ടാക്കി. അത് സാലിമിന്റെ ഒരു പരിശ്രമം തന്നെയാണ്, അതിന് ഇല്ലാന്ന് പറയാൻ പറ്റൂല.